ശ്രീ വസന്ത്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ഒരു നിർണായക ശക്തിയാണ് മതന്യൂനപക്ഷങ്ങൾ. ഇവിടെ 18.38% വോട്ട് ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചുണ്ട്. നിങ്ങളുടെ ഏറ്റവും ഉറച്ച വോട്ടുകളായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി അതിൽ വലിയ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. തുടർ ഭരണം പോലും അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു. ഇവിടെ ഇപ്പോൾ അവസരത്തിൽ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഈ വിമർശനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാനോ ആശിക്കാനോ എന്തെങ്കിലും വകയുണ്ടോ? അല്ല, ശ്രീ രേണു, അതാത് കാലങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് KCBC സർക്കുലറുകൾ പുറപ്പെടുവിക്കാറുണ്ട്. അവർ നിലപാട് സ്വീകരിക്കാറുണ്ട്. കേരളത്തിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് വിവിധ ബാറുകൾ തുറക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങളിൽ അവർ നിലപാടെടുത്തിട്ടുണ്ട്. UDF ഗവൺമെന്റിനെ വിമർശിച്ചിട്ടുണ്ട്, LDF ഗവൺമെന്റിനെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ലാഭേച്ഛ എന്നതിനപ്പുറത്ത് രാജ്യത്തെ നഗ്നമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ തൽക്കാലം നല്ല കോൺഗ്രസിനാവില്ല. വളരെ കൃത്യമാണല്ലോ. ഇതിനു മുമ്പ് തൃശ്ശൂർ അതിരൂപതയുടെ, ഇപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു 2 മാസം മുമ്പത്തെ സർക്കുലർ ഉണ്ട്. അതായത് മണിപ്പൂരിൽ സംരക്ഷണം നൽകാൻ സാധിക്കാത്തവർ എങ്ങനെ തൃശ്ശൂരിന് സംരക്ഷണം നൽകും എന്ന് തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രം ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായ നിലപാട് സഭാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്തൊട്ടുക്കും മണിപ്പൂർ അടക്കം, ഇപ്പോ ആർഷോ പറഞ്ഞത് കണക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, രാജ്യത്ത് മണിപ്പൂരിൽ മാത്രമല്ല, ജാർഖണ്ഡിൽ, ഉത്തർപ്രദേശിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മിഷണറിമാരുമായി ബന്ധപ്പെട്ട്, ആ മിഷണറിമാർ നടത്തുന്ന വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ആതുര ശുശ്രൂഷ സേവന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെടുന്നതിന്റെ വീഡിയോ നമ്മൾ കാണുന്നില്ലേ പ്രതിദിനം? വിവിധ ആതുര സേവന ആലയങ്ങളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സംഘപരിവാറിന്റെ, അതിന് പേര് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് വാനര സേനയാണ്, ചിലർക്ക് ഹനുമാൻ സേനയാണ്, ചിലർക്ക് മറ്റു സേനയാണ്. പേരിൽ മാത്രമാണ് വ്യത്യാസം. ആശയത്തിൽ അവരെ ബാക്കപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ മാറ്റമില്ല. മാതാവിന്റെ അടക്കം രൂപങ്ങൾ, ക്രിസ്ത്യാനികൾ വളരെ ഭക്തിയോടുകൂടി വലിയ ആദരവോടുകൂടി കാണുന്ന വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ തച്ച് തകർക്കുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് സ്ഥിരമായിരിക്കുന്നു. നോക്കൂ, നരേന്ദ്രമോദി ഡൽഹിയിൽ അവിടുത്തെ സഭാധ്യക്ഷന്മാരുടെ കൂടെ വിരുന്നു കഴിച്ചാൽ ഈ ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങൾ തീരുമോ? അല്ലെങ്കിൽ മണിപ്പൂരിലെ ഉണങ്ങാത്ത കലാപം ഉണങ്ങുമോ? ഇപ്പൊ കേരളത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 6 തവണയാണ്ട് വന്നു കഴിഞ്ഞു. വിവിധ നേതാക്കളെ കാണുന്നു, സഭാ നേതൃത്വമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ നോക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും മണിപ്പൂരിലേക്ക് പോയില്ല. മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല. അവിടെ ഒരു ജവാന്റെ ഭാര്യയെ തന്നെ മാനഭംഗത്തിന് ഇരയാക്കിയിട്ട് സംസാരം അദ്ദേഹത്തിന് ലവലേശമുണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയും കുട്ടിയും വളരെ നഗ്നയായി റോഡിലൂടെ ഇതേ സംഘപരിവാരം നടത്തിച്ചിട്ട് ഇവർക്ക് മിണ്ടാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ രാമക്ഷേത്രമാണല്ലോ ഏറ്റവും വലിയ വിഷയം. രാമക്ഷേത്രവുമായി